ശ്രീരാമൻ നായർ, ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് വിജയ് മല്യയെ പോലെ ഒരാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച രാമൻ നായർ പറയുന്നതിൽ പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ദേവസ്വം ബോർഡിന്റെ ചരിത്രം അറിയാൻ പാടില്ലാത്ത ഒരാളാണ് എന്നുള്ള നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഇത് സംഭവിച്ചത്. CPM-ന്റെ നോമിനിയായിരുന്ന VGK മേനോൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് വിജയ് മല്യ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത്. അല്ലാതെ എന്റെ കാലത്തല്ല. ഞാൻ 2004 ഡിസംബർ മാസം മുതൽ 2007 ഫെബ്രുവരി വരെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്. നേരത്തെ പറയുകയാണ് CPM-ന്റെ നോമിനി ആയിരുന്ന KRK മേനോനാണോ? ആരുടെ കാലത്താണ് ഈ സ്വർണം പൊതിഞ്ഞത് വിജയ് മല്യ? അല്ലല്ല, VGK മേനോൻ. CPM-ന്റെ നോമിനി ആയിരുന്നു VGK മേനോൻ. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ വിജയ് മല്യ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എ പത്മകുമാർ അങ്ങയുടെ കാലത്താണെന്ന് പറയുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലപരിധിയൊക്കെ അദ്ദേഹത്തിന് അറിവുള്ളതായിരിക്കില്ലേ? പത്മകുമാറിന്റെ ദേവസ്വം ബോർഡിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും അജ്ഞതയുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം. ഞാൻ 2004 ഡിസംബർ മാസം മുതൽ 2007 ഫെബ്രുവരി മാസം വരെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്. എന്റെ കാലത്തല്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല എന്നിപ്പോ എനിക്ക് ബോധ്യമായി. കാരണം കാര്യങ്ങളൊന്നും അറിയാമറിയാതെ അദ്ദേഹം പ്രതികരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോ ശരി, വിജയ് മല്യയുടെ കാലത്ത് ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ പത്മകുമാറിന് ഓർമ്മപ്പിശകുണ്ടായിരിക്കാം. പക്ഷെ അങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം ഏതാണ് എന്നത് മറക്കാനില്ലല്ലോ. അത് അത്ര പഴയ ചരിത്രമല്ലല്ലോ. അല്ല, അപ്പം മനഃപൂർവ്വം അത് എന്നെ വലിച്ചെടുക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഈ അദ്ദേഹത്തിന്റെ മുമ്പായിട്ട് അവിടെ പ്രസിഡന്റുമാരായിരുന്നല്ലോ. അപ്പോ എന്റെ കാലം പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തത് എന്റെ കാലമാണ് എന്ന് പറയാൻ ഇടയുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെതായ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അക്കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ശ്രീ ജി രാമൻ നായർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഇന്നും ശ്രീ എ പത്മകുമാർ അടക്കമുള്ളവരും മറ്റുള്ളവരും ഒന്നും മറുപടി നൽകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 30.3 കിലോ സ്വർണം ആണ് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളടക്കം പലയിടങ്ങളിൽ സ്വർണം പൊതിയാൻ വിജയ് മല്യ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഇന്ന് പത്മകുമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു, ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അത് ചെമ്പ് വാളികളാണ്, സ്വർണ്ണമൊക്കെ പോയി ചെമ്പ് തെളിഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നുള്ളത്. അത് സാധ്യമാണോ? അങ്ങേക്ക് ഉള്ള അറിവെന്താണ്? ഞാനവിടെ പോയി ശബരിമല ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് വളരെ കാലം. അദ്ദേഹം 1998 ഇത് പൊതിഞ്ഞത്. ഞാൻ 2004 2007 വരെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതിനുശേഷം ഞാൻ ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഞാനൊരിക്കലും അത് ശബരിമലയിലെ അദ്ദേഹം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കാൾ വ്യത്യസ്തമായിട്ടൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതെന്തെങ്കിലും മാറ്റം സംഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വളരെ ധൃതി പിടിച്ച് ഇത് ഒരു 20 കൊല്ലത്തിന് ശേഷം അത് അവിടെ മാറ്റാനുള്ള ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച് ആദ്യം അദ്ദേഹം വ്യക്തമാക്കണം. മാത്രമല്ല, അതിനൊക്കെ ആവശ്യമായ ചില ചട്ടങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട്. ഇത് നേരത്തെ ഇങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അതിന് ഹൈക്കോടതിയുടെ അനുവാദമായി വാങ്ങണം. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിനൊരു ഫയൽ തയ്യാറാക്കണം. അവർ ആ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത് മാറ്റേണ്ടി വരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് ബോർഡിനെ ബോധ്യപ്പെടുത്തണം. തന്ത്രിയുടെ അനുവാദം മേടിക്കണം. അങ്ങനെ പല നടപടികളും കഴിഞ്ഞ് തിരുവാഭരണ കമ്മീഷണറുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും അതുപോലെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ഒരു കാര്യമാണിത്. പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചട്ടവും മാനുവലും ഇതെല്ലാം പാലിക്കുക എന്ന് പറയുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ പ്രസിഡന്റുമാരും മാനുവൽ പാലിച്ചവരാണോ എന്നുള്ളത്. ഇപ്പോൾ ഈ അനന്തഗോപന്റെ കാലത്ത് റൂഫ് പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഫോൾഡിംഗ് റൂഫ് പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിമർശനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയില്ലേ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ലംഘിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അവര് ലംഘിച്ചില്ല, അപ്പൊ ഞങ്ങൾക്ക് ലംഘിക്കാം എന്നാണോ? അതല്ല, അതൊരു അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ കീഴ്വഴക്കമായിട്ട് പാലിക്കപ്പെടേണ്ട ഒന്നല്ലല്ലോ. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആരെങ്കിലും ഒരാളുടെ വിദേശത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വവുമായിട്ട് അദ്ദേഹത്തിന്റെ യാത്രയെ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ലോ. മക്കള് വിദേശത്ത് ഉള്ള ആളുകളുണ്ടാവാം, മറ്റ് ബന്ധുക്കൾ എന്തെങ്കിലും വിദേശത്ത് ഉള്ളവരുണ്ടാവാം. അവരൊക്കെ അത്തരം യാത്രകൾ നടത്തിയാൽ അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ കാര്യങ്ങളും ഈ നടപടികളും ഒക്കെ ശബരിമലയുടെ പരിസരത്ത് തന്നെ ചെയ്യേണ്ടതാണ്. അത് മാനുവലിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള നിർമ്മാണ കുടിവര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ആ ക്ഷേത്ര പരിസരത്ത് തന്നെ വെച്ച് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് നടത്തേണ്ടത്. രാമൻ നായർ അതും അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒക്കെ നടത്തേണ്ട സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് നയപരമായ തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തതായിരിക്കും എന്നുള്ളതാണ്. ദേവസ്വം ബെഞ്ചിന്റെയൊക്കെ നിർദ്ദേശങ്ങളെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിനെ കടന്നുള്ള നയപരമായ തീരുമാനം ദേവസ്വം ബോർഡിന് എടുക്കാൻ പാടുണ്ടോ?
ഇനി അഥവാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ എടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ നയപരമായ തീരുമാനം എന്നല്ല പറഞ്ഞത്, അത് തിരുവാഭരണം കമ്മീഷനോട് ചോദിക്കണം എന്നാണ്. തിരുവാഭരണം കമ്മീഷൻ ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ അതിഥിയായിരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ചെന്നൈയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് കൊണ്ടുപോയ കാര്യം പോലും ഞാൻ അറിയുന്നത് എന്നാണ്. ഇതിൽ ആരാണ് ഇതിലെ ഉത്തരവാദിത്തം? അതെ, അന്നിരുന്ന അതിന്റെ അധികാരികൾക്കല്ലേ അതിന് മറുപടി പറയേണ്ടതായിട്ടുള്ളൂ. കാരണം തിരുവാഭരണ കമ്മീഷനെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ പോലും അറിയാതെ ഈ സാധനം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അങ്ങനെയുള്ള ഒരാളിനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് തീരുമാനിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകാനുള്ള സാഹചര്യം എന്തിനാണ് ഉണ്ടായത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചരിത്രം എന്താണ്? അപ്പോൾ ശബരിമലയെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദാരുശില്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചമയങ്ങളോ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ നടത്തേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതല്ലേ? അതൊന്നും പാലിക്കാതെ ഇത് ആരുടെയോ കയ്യിൽ ഇതൊക്കെ എടുത്തു കൊടുത്ത് വിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ആരും അന്വേഷിക്കാതെയൊക്കെ വരികയും പിന്നീട് അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സമഗ്രമായി ജി രാമൻ നായർ, അതായത് ശബരിമലയിലെ ഈ പറയുന്ന സ്വത്ത് അതൊരു 3 മാസം കൂടുമ്പോൾ അതിന്റെ ഒരു കണക്ക് തിരുവാഭരണം കമ്മീഷനെ അടക്കം അറിയിക്കണം എന്നൊരു ചട്ടമുണ്ടോ? 3 മാസം കൂടുമ്പോൾ പിന്നീട് വന്നത് എന്തൊക്കെയാണ് എന്നത് തരത്തിലുള്ള ലിസ്റ്റും പട്ടികയും അടക്കം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അത് ആ ചട്ടങ്ങളൊക്കെ പാലിച്ചാണോ അങ്ങനെ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാനൊരു 20 കൊല്ലം മുമ്പ് ദേവസ്വം ബോർഡിൽ എഴുതിയ ആളാണ്. എനിക്കതിനെ പ്രത്യേകമായിട്ട് ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നില്ല അന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. വാർഷികമായെങ്കിലും അങ്ങനെ ഒരു കണക്കെടുപ്പ് ഉണ്ടാവേണ്ടതല്ലേ? ഈ കാര്യങ്ങൾ അവിടെ ഉള്ളതും ഈ ലിസ്റ്റിലുള്ളതുമായിട്ടുള്ള കണക്കെടുപ്പുകൾ ഉണ്ടാവേണ്ടതല്ലേ? ദേവസ്വം ബോർഡിന്റെ ധാരാളം സ്ട്രോങ് റൂമുകളുണ്ട്. ആ സ്ട്രോങ് റൂമുകളിലൊക്കെയും അതാത് പ്രദേശത്തെ ഇതുപോലെയുള്ള ധാരാളം വഴിപാട് നടത്തുന്ന സാധനങ്ങളും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ സമർപ്പിക്കപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അതാത് സ്ഥലത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് തെളിവെടുക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും അത് തിരുവാഭരണ കമ്മീഷണർ കസ്റ്റഡിയിൽ അതിന് കൊടുക്കുക വരെ റിപ്പോർട്ട് ദേവസ്വം ബോർഡിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നടപടിക്രമം നിരന്തരമായി പാലിച്ചു വരുന്ന ഒന്നാണ്. അത് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് അങ്ങനെ അല്ലായിരുന്നു ഈ കാര്യത്തിൽ അവർ അനുവർത്തിച്ചു വന്നത് എന്നൊക്കെ ബോധ്യപ്പെടുന്നത്. കൃത്യമായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഫോളോ ചെയ്ത് വരികയും വരുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥന്മാരും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശരി, വളരെയധികം നന്ദി ശ്രീ ജി രാമൻ നായർ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായരാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്.